Good morning, my dear students. Business research methods second chapter next topic that is research in an evolutionary perspective. Means research ne kuriche just രണ്ട് മൂന്ന് പാരഗ്രാഫിൽ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഉത്ഭവ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഇപ്പോഴത് നിലനിൽക്കുന്നതിനെക്കുറിച്ചും ദെൻ എങ്ങനെയാണ് മറ്റുള്ളവർ അതിനെ നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ റിസർച്ച് എന്ന ഘടകം കൊണ്ട് നമുക്ക് എത്രത്തോളം പ്രായോഗികതയുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറയുന്നത് സാധാരണയായിട്ട് ഹ്യൂമൻ സൊസൈറ്റി എപ്പോഴും എങ്ങനെയാണ് അവരെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവരെപ്പോഴും എങ്ങനെയായിരിക്കും ആകാംക്ഷയുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ച് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ നോളജ് ടു അവർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ളൊരു കൺസെപ്ച്വലായിട്ടുള്ളൊരു അറിവ് നേടുക എന്നുള്ള പ്രവർത്തനമാണ് റിസർച്ച് എന്നറിയപ്പെടുന്നത്. ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ മാനസികപരമായ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രേരണയോടുകൂടി കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തുക എന്നുള്ളതാണ്, പുതിയതായി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് അടിസ്ഥാനമാക്കുന്നത്. ദെൻ റിസർച്ച് എന്നുള്ളതുകൊണ്ട് പ്രായോഗികമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അസംഷൻ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ഹൈപ്പോത്തസിസിന് വെരിഫിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് കുറേ എവിഡൻസ് ഗ്യാദർ ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് റിസർച്ചായിട്ട് പറയുന്നത്. അത് ഇറ്റ് ഈസ് ആൻ എൻക്വയറി അല്ലേ. എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രഷ് തിയറിയോ അല്ലെങ്കിൽ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന തിയറീസിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് പുതിയ നോളജ് തേടുമ്പോഴോ അതിന് ഒരു എവിഡൻസ് അല്ലെങ്കിൽ അത് കൂടുതൽ വെരിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് അതെന്നറിയപ്പെടുന്നത് റിസർച്ച് എന്ന് അറിയപ്പെടുന്നത്. കൃത്യമായിട്ട് കൃത്യമായിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആൾറെഡി അണ്ടർടേക്കൺ ചെയ്ത ഒരു കാര്യത്തിന് കൃത്യമായൊരു നമ്മുടെ എക്സ്പ്രഷൻ എഗ്രി ചെയ്യുവാനോ അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ കുറച്ചും കൂടെ അഡീഷൻ നടത്തുവാനോ സാധിക്കില്ല. അപ്പോൾ കൃത്യമായ ഫോർമാറ്റിൽ അത് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എക്സിസ്റ്റിങ്ങിൽ കൂടുതൽ അഡീഷൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, ഇപ്പോൾ ഒരു റിസർച്ചർ അദ്ദേഹം ആൾറെഡി പഠനം നടത്തിയ ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏരിയ ഓഫ് വർക്കിൽ മീൻസ് അതല്ല അദ്ദേഹം ഏത് ഫീൽഡിലാണോ അദ്ദേഹം പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിൽ അദ്ദേഹം കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ ആൾറെഡി ഒരുപാട് റിസർച്ചേഴ്സ് കണ്ടെത്തിയ അറിവുകൾ അദ്ദേഹത്തിനൊരു ഭാരമാണ്. മീൻസ് ആ ഒരു ഭാരത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് അദ്ദേഹം കടന്നു ചെല്ലുന്ന ആ ഫീൽഡിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോബ്ലത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കുറേ നോളജുകളുടെ കടന്നുകയറ്റങ്ങളാണ് റിസർച്ചേഴ്സിന് പലപ്പോഴും കൂടുതൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വഴികാട്ടിയായിട്ട് മാറുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, ഒരിക്കലും നമ്മൾ റിസർച്ച് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത് കൂടുതൽ അറിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ കൂടുതൽ അറിവ് കണ്ടെത്തുന്നതിനോ അത് കണ്ടെത്തിയ അറിവുകൾ മനുഷ്യ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനോ ഷെയർ ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അതിനൊന്ന് പ്രത്യേകിച്ചൊരു ടൈമിൻ്റെയോ ഒരു നമ്പറിൻ്റെയോ ലിമിറ്റേഷനൊന്നും അവിടെ ഇല്ല. എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് ടൈമിലും നമുക്കത് ഷെയർ ചെയ്യാം. കണ്ടെത്തിയ കാര്യങ്ങൾ കോമൺ പ്രോപ്പർട്ടി ആയിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള അവകാശങ്ങളും ഇല്ല. അത് ഷെയർ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ മൂല്യങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ദാറ്റ് ഈസ് റിസർച്ച്. അതാണ് റിസർച്ചിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, നമുക്കറിയാം എപ്പോഴും മാനുഷിക സമൂഹത്തിൻ്റെ വികാസങ്ങൾക്ക് പിന്നിൽ ഒരുപാട് ഇൻഹറൻ്റായ കുറേ കണ്ടുപിടുത്തങ്ങളും കുറേ കാര്യങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ബാക്ക് ബോൺ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള റിസർച്ചുകളാണ്. ഒരിക്കലും നേടിയ അറിവുകൾ ഒരിക്കലും പിന്നോട്ട് പോവില്ല അല്ലേ. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര അറിവ് നേടുകയാണ്, ഇപ്പോൾ നമ്മൾ കുറേ കാലം പഠിക്കുന്നു, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരു കൂട്ട് തന്നെയാണ് നമ്മുടെ ഭാവിയിലേക്കുള്ള വളർച്ചയിൽ. ഒരിക്കലും അത് നമുക്ക് ഒരു നഷ്ടമായിട്ട് മാറില്ല. അപ്പോൾ മനുഷ്യർ നേടിയെടുക്കുന്ന അറിവുകൾ എന്ന് പറയുന്നത് ഒരിക്കലും പിന്നോട്ട് സഞ്ചരിക്കില്ല, അത് മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അത് മറ്റൊരു തലമുറയ്ക്കോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആൾറെഡി അക്വയർ ചെയ്ത നോളജ് മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്നു നൽകുന്നതിനോ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു തുടർച്ചയാണ്. എന്ന് വെച്ചാൽ അത് ഒരു വ്യക്തിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ സമൂഹത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. സമൂഹത്തിൻ്റെ വികാസങ്ങൾക്ക്, സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റുകൾക്ക്, സമൂഹത്തിലുള്ള മനുഷ്യരുടെ അറിവുകളുടെ വികാസങ്ങൾക്കൊക്കെ അത് കൂടുതൽ കാരണമാവുകയും ചെയ്തിരിക്കും. ഇറ്റ് ഈസ് ദ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ഓഫ് റിസർച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ.
ജസ്റ്റ് നമുക്ക് എന്താണ് റിസർച്ചിൻ്റെ ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന കുറച്ച് പാരഗ്രാഫുകളെ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളൊരു നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് റോൾ ഓഫ് തിയറി ഇൻ റിസർച്ച്. നമുക്കറിയാം ബേസിക് റിസർച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫോർമുലേഷൻ ഓഫ് എ തിയറി ഓർ കോൺസെപ്റ്റ് അല്ലേ. അവിടെ സിദ്ധാന്തങ്ങളുടെ ആശയങ്ങളുടെ വികാസമാണ് റിസർച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് തിയറി? ഗ്രീക്ക് വേർഡായ തിയറിയ എന്ന വാക്കിൽ നിന്നാണ് തിയറി എന്ന വാക്ക് ഉത്ഭവിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഊഹാപോഹം അല്ലെങ്കിൽ കോൺടെംപ്ലേഷൻ എന്നുള്ള മീനിങ് ആണ് തിയറിയ എന്ന വാക്കിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ദെൻ പ്രാക്ടീസ് എന്ന വാക്കിന് എതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് ഏത്? തിയറി എന്ന് വെച്ചാൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ എന്താണ്? ഡൂയിങ് സംതിങ്, ചെയ്യുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രാക്ടീസ് എന്നറിയപ്പെടുന്നത്. പക്ഷേ തിയറി എന്ന് പറയുന്നത് എന്താണ്? അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് അബൌട്ട് സംതിങ് ഓർ ഫിനോമിന, എന്തിനെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെക്കുറിച്ചോ ആശയങ്ങൾ അബ്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ വലിച്ചെടുക്കുക, ശേഖരിക്കുക എന്നൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ അതിന് പ്രാക്ടിക്കബിലിറ്റി ഉണ്ടാവുന്നുള്ളൂ. തിയറി എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്നത് മാത്രമാണ്. ഓക്കെ, അത് എന്തല്ല, ഡൂയിങ് സംതിങ് അല്ല. അപ്പോൾ എപ്പോഴും പ്രാക്ടിക്കൽ എന്നതിന് നേരെ ഓപ്പോസിറ്റാണ് എന്തെന്നറിയപ്പെടുന്നത്? തിയറി എന്ന് അറിയപ്പെടുന്നത്. ഒട്ടുമിക്ക ജനറൽ പ്രിൻസിപ്പിൾസും റൂൾസും ഡിറൈവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തിയറികളിലൂടെയാണ്. ദെൻ ഇത്തരത്തിലുള്ള ഈ തിയറികളിലൂടെ ഉത്ഭവപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കലായി പ്രോബ്ലംസിൽ പ്രാക്ടിക്കലായി നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ദെൻ അപ്പോൾ തിയറി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റിയൽ നോളജ്, ബട്ട് പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് റിയൽ നോളജ് ടു സോൾവ് ദ പ്രോബ്ലംസ്. ഓക്കെ, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ആ റിയൽ നോളജ്, ആ തിയറിയുടെ ആപ്ലിക്കേഷനാണ് നമ്മുടെ പ്രാക്ടീസ് എന്നറിയപ്പെടുന്നത്. പക്ഷേ തിയറി എന്ന് പറയുന്നതാണ് യഥാർത്ഥ അറിവ്. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. കെർലിംഗർ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് തിയറിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കെർലിംഗർ അഭിപ്രായപ്പെടുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കൺസ്ട്രക്ട്സ് ഓർ കൺസെപ്റ്റ്സ് അല്ലേ, പരസ്പര ബന്ധിതമായ കുറേ ആശയങ്ങളുടെ ഒരു സെറ്റാണ് തിയറി എന്നറിയപ്പെടുന്നത്. ഡെഫിനിഷൻസ് ആൻഡ് പ്രൊപ്പോസിഷൻസ് ദാറ്റ് പ്രസൻറ്റ് എ സിസ്റ്റമാറ്റിക് വ്യൂ ഓഫ് ഫിനോമിന. ഓക്കെ, എന്നുവെച്ചാൽ ഒരു പരസ്പര ബന്ധിതമായ കുറേ ആശയങ്ങളുടെയോ നിർവചനങ്ങളുടെയോ അതല്ല എന്നുണ്ടെങ്കിൽ അസംഷനുകളുടെയോ ഒക്കെ ഒരു സെറ്റാണ് എന്തെന്നറിയപ്പെടുന്നത്? തിയറി എന്നറിയപ്പെടുന്നത്. അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ദാറ്റ് പ്രസൻറ്റ് എ സിസ്റ്റമാറ്റിക് വ്യൂ ഓഫ് എ ഫിനോമിന. ഒരു പ്രത്യേക പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു കൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷനിലൂടെ. എങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? ബൈ സ്പെസിഫൈയിങ് റിലേഷൻഷിപ്സ് എമംഗ് വേരിയബിൾസ് വിത്ത് ദ പർപ്പസ് ഓഫ് എക്സ്പ്ലെയിനിങ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ദ ഫിനോമിന. അപ്പോൾ ഒരു സംഭവത്തെയോ ഒരു പ്രതിഭാസത്തെയോ പ്രെഡിക്റ്റ് ചെയ്യുവാനോ എക്സ്പ്ലെയിൻ ചെയ്യുവാനോ എന്ന ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് ആ ഫിനോമിനയ്ക്കിടയ്ക്കുള്ള വേരിയബിൾസിനിടയ്ക്കുള്ള റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പ്രപ്പോസിഷൻസ്, ഡെഫിനിഷൻസ്, കൺസ്ട്രക്ട്സ് ഓർ കൺസെപ്റ്റ്സ് എന്നിവയുടെ ഇൻ്റർ റിലേഷൻഷിപ്പാണ്, അതിൻ്റെ ഒരു കൂട്ടമാണ് എന്നറിയപ്പെടുന്നത് തിയറി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തിയറിയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഡെഫിനിഷനായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് തിയറിയെ കുറിച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തിയറി ഈസ് എ ഗ്രാജുവൽ ഔട്ട് ഗ്രോത്ത് ഓഫ് കൺസ്ട്രക്റ്റീവ് സ്റ്റഡി ഓഫ് അക്യുമുലേറ്റഡ് സ്റ്റോർഡ് ഫാക്ട്സ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടെത്തപ്പെടുന്ന കുറേ അറിവുകളിലൂടെ ഗ്രാജുവലി നമ്മൾ തുടർച്ചയായി ഗ്രോത്ത് ചെയ്തുകൊണ്ട് എന്തിനെങ്കിലുമൊക്കെ ഒരു കൺസ്ട്രക്റ്റീവ് ഫോർമാറ്റ് കൊടുക്കുന്നുവെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് തിയറി. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പ്രതിഭാസത്തെ, ഒരു പ്രത്യേക സിറ്റുവേഷനെ പ്രെഡിക്റ്റ് ചെയ്യുവാനോ എക്സ്പ്ലെയിൻ ചെയ്യുവാനോ നമ്മൾ ഉപയോഗിക്കുന്ന ഘടകമാണ് തിയറി എന്ന് അറിയപ്പെടുന്നത്. കൃത്യമായിട്ട് വേരിയബിൾസിനിടയ്ക്കുള്ള കോസൽ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരം സ്റ്റേറ്റ്മെൻറ്റുകളാണ് തിയറികൾ എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ക്യാൻ ബി എ സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈപ്പോത്തസിസുകളായിട്ടും എന്ത് പ്രവർത്തിക്കാറുണ്ട്? തിയറികൾ പ്രവർത്തിക്കാറുണ്ട്. ഒരു നല്ല തിയറി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? അതായത് പഠനം നടത്തുമ്പോൾ വരാവുന്ന കൺസ്ട്രെയിൻസിനും അസംഷനും ഇടയ്ക്കുള്ള കോൺസെപ്റ്റ്സുകൾക്ക് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു തിയറി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഫിനോമിന അല്ലെങ്കിൽ പ്രോബ്ലംസിലെ കൺസ്ട്രെയിൻസ്, അതിലെ ഘടകങ്ങൾ അല്ലെങ്കിൽ അതിലെ അസംഷൻസ്, ഇവയ്ക്കിടയ്ക്കുള്ള ആശയങ്ങൾ, ബന്ധങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഒരു നല്ല തിയറി.
ഒരു നല്ല തിയറിയുടെ പർപ്പസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ടു ഓർഗനൈസ് ആൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് ആണ്. എന്ന് വെച്ചാൽ ടു ഓർഗനൈസ് ആൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചാൽ കൃത്യമായി സംഘടിതമായ ആ ഒരു കോൺസെപ്റ്റിനെ വിവരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി അതിനെ എത്തിക്കേണ്ടവരിലേക്ക് ഷെയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ഒരു തിയറിയുടെ പ്രധാന പർപ്പസായിട്ട് പറയുന്നത്. അപ്പോൾ തിയറി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലോജിക്കൽ സെറ്റ് ഓഫ് ജനറൽ പ്രൊപ്പോസിഷൻസ് യൂസ്ഡ് ആസ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഒബ്വിയസ് റിലേഷൻഷിപ്സ് ഓഫ് സെർട്ടൈൻ ഒബ്സർവ്ഡ് ഫിനോമിന. നമ്മൾ കണ്ടെത്തുന്ന, നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു ഫിനോമിനയെക്കുറിച്ചുള്ള അതിൻ്റെ റിലേഷൻഷിപ്സ് അഥവാ ബന്ധങ്ങളുടെ എക്സ്പ്ലനേഷനുകൾ, വിശദീകരണങ്ങൾ പ്രിൻസിപ്പിളുകളായി അല്ലെങ്കിൽ ജനറൽ പ്രൊപ്പോസിഷൻസായി ഉപയോഗിക്കുന്ന തരം ഘടകങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിയറികളെന്ന് വിളിക്കാവുന്നതാണ്. ഒരു ബിസിനസ് റിസർച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിയറി എന്ന് പറയുന്നത് കൃത്യമായി ഒരു സിറ്റുവേഷൻ്റെ അബ്സ്ട്രാക്റ്റ് ഫോമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനെടുക്കുന്ന സിറ്റുവേഷൻ്റെ സ്വാംശീകരിച്ച ഒരു രൂപത്തെയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? തിയറി എന്ന് വിളിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിയറി റിസർച്ചറെ ഏതെല്ലാം വഴിയിലൂടെ സഹായിക്കുന്നുണ്ട്? തിയറി ഹെൽപ്പ് ദ റിസർച്ചർ ഇൻ ദ ഫോളോവിങ് വേയ്സ്. ഒന്നാമത്തെ പോയിൻ്റായി പറയുന്നത് തിയറി സജസ്റ്റ്സ് ദ പ്രോബ്ലംസ് ഫോർ ദ റിസർച്ചേഴ്സ്, അല്ലേ? എന്ന് വെച്ചാൽ റിസർച്ചേഴ്സിന് ഏത് മേഖലയിലൂടെയാണ് അന്വേഷണങ്ങൾ നടത്തേണ്ടത്, ഏത് പ്രോബ്ലം സെലക്ട് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇവർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഫീൽഡുകൾ സജസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് തിയറികൾ എന്ന് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ റിസർച്ചർ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെലവൻറ്റ് തിയറീസും അദ്ദേഹം സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിസർച്ചറെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ റിസർച്ച് പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കും. ദെൻ രണ്ടാമത്തെ പോയിൻ്റ്, തിയറി ഹെൽപ്സ് ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത്, അല്ലേ? ഹൈപ്പോത്തസിസുകളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നിലവിലുള്ള തിയറികളെ ആശ്രയിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് നിലവിലുള്ള ആ ഒരു തിയറിയുടെ റെലവൻസി എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുവാനും കൂടെ ഈ ഒരു മാർഗം ഉപകരിക്കും. ദെൻ മൂന്നാമത്തെ പോയിൻ്റ്, തിയറി പ്രൊവൈഡ്സ് എ കൺസെപ്ച്വൽ മോഡൽ ഫോർ ഡിലിമിറ്റിംഗ് ദ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി. നമ്മുടെ പഠനത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ആശയപരമായ ഒരു മാതൃക, ഒരു രൂപം നമ്മുടെ പഠനത്തിന് കൊടുക്കാൻ തിയറികൾ സഹായിക്കുന്നു. നാലാമത്തെ പോയിൻ്റ്, തിയറി സമ്മറൈസസ് വാട്ട് ഈസ് ഓൾറെഡി നോൺ അബൌട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. നമ്മുടെ പഠനത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റീവ്സിലൂടെ തന്നെ നമ്മുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു? തിയറികൾ നമ്മളെ സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്, തിയറി ഹെൽപ്സ് ഫോർ സെലക്ടിങ് വേരിയബിൾസ് റിക്വയേർഡ് ഫോർ ദ സ്റ്റഡി. തിയറി ഹെൽപ്സ് ഫോർ സെലക്ടിങ് ദ വേരിയബിൾസ് റിക്വയേർഡ് ഫോർ സ്റ്റഡി. പഠനത്തിന് വേണ്ടി എടുക്കാവുന്ന വേരിയബിൾസ് എന്തൊക്കെയാണ് എന്ന് സെലക്ട് ചെയ്യുവാനും ദെൻ ആ പഠനത്തിന് ആവശ്യമായ വേരിയബിൾസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനും ഒരു റിസർച്ചറെ സഹായിക്കുന്ന ഘടകമാണ് തിയറി എന്ന് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്, തിയറി ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ഫർദർ ഫാക്ട്സ്. മീൻസ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭാവിയിൽ അദ്ദേഹം ഇനി എന്തൊക്കെ ഫാക്ട്സ് കളക്ട് ചെയ്യണമെന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു റിസർച്ചറെ സഹായിക്കുന്ന ഘടകം കൂടിയാണ് എക്സിസ്റ്റിംഗ് തിയറീസ് ഓർ തിയറി എന്ന് അറിയപ്പെടുന്നത്. ദെൻ തിയറി പോയിൻറ്റ്സ് ടു ഗ്യാപ്സ് ഇൻ അവർ നോളജ്, അല്ലേ? നമ്മുടെ അറിവിലുള്ള ആ ഒരു പോരായ്മ എന്ന ഒരു വിടവ് നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ പോയിൻറ്റ്സും റിസർച്ചർക്ക് എവിടെ നിന്ന് കളക്ട് ചെയ്യാം? തിയറികളിൽ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചർക്ക് അദ്ദേഹം കണ്ടെത്തേണ്ട ഘടകങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാനും then ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും തിയറി അനാലിസിസ് അദ്ദേഹത്തെ സഹായിക്കും. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് ആരുടെ ലൈഫിൽ എന്തിനുണ്ട്? ഒരു റിസർച്ചറുടെ ലൈഫിൽ തിയറികൾക്ക് ഉണ്ട്. എക്സിസ്റ്റിംഗ് തിയറീസാണ് കൂടുതലായിട്ടും അദ്ദേഹത്തെ ഈ വഴിയിലൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തിയറി എന്താണെന്നും തിയറിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്നും തിയറി എങ്ങനെയാണ് ഒരു റിസർച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.